ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എവിടം വരെ എത്തി? സെൻറ്റൻസ്. ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രതലത്തിലെത്തി. നമ്മളൊരു വലിയ മൈതാനത്തിലേക്ക് കിടക്കാൻ പോവാണ്. ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റണം, അതിലേക്കുള്ള ഒരു യാത്രയാണ്. ഇവിടെ മലയാളത്തിലെ വാക്ക് നോക്കി, നോക്കുക. ആ നോക്കുക എന്നുള്ള ക്രിയ അതിൻ്റെ രൂപം മാറുന്നതാണ്. നോക്കുക, നോക്കി, നോക്കുമായിരിക്കും, നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കും. ഇതാണ്. ഇപ്പം ക്രിയയിലേക്ക് മാറ്റം വരികയാണ്. ഇപ്പം മാറ്റം വരുമ്പോൾ അതിൻ്റെ രൂപം മാറും. രൂപം മാറും, ഭാവം മാറും എന്നൊക്കെ പറയുന്നത്. രൂപം മാറും, അർത്ഥം മാറും. രൂപം മാറുന്നതനുസരിച്ച് അർത്ഥം മാറിക്കൊണ്ടിരിക്കും. ഇത് എല്ലാ ഭാഷയിലോട്ടാണ്. ഹിന്ദി എടുത്ത് നോക്കുമ്പോൾ ആത്ത, ആയ, ആയക ഉണ്ടോ, മാറുന്നുണ്ടോ? ഹിന്ദി അറിയാമല്ലോ. അതുപോലെ അടുത്ത വാക്ക് നോക്കി, ലുക്ക്. ടു ലുക്ക്, ലുക്സ്, ലുക്കിംഗ്, ലുക്ക്ഡ്. ലുക്കിംഗ് എന്നാന്ന് നമുക്കറിയാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ. ലുക്ക്ഡ് എന്നാണെന്നറിയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടു ലുക്ക് എന്നുള്ള എന്താണെന്നുള്ളതാണ്. അതാണ് ആ ക്രിയയുടെ ഇൻഫിനിറ്റീവ്. INFINITIVE. ഇൻഫിനിറ്റീവ് ഫോം എന്നാണ്. ഇംഗ്ലീഷിൽ ഒരു ക്രിയയുടെ ഇൻഫിനിറ്റീവ് ഫോം ഉണ്ടാക്കണമെങ്കിൽ തൊട്ട് മുമ്പ് ടു എഴുതിയാൽ മതി. TO, ടു. ഗോ ടു ഗോ, കം ടു കം, ഈറ്റ് ടു ഈറ്റ്, സ്വിം ടു സ്വിം, ഡ്രിങ്ക് ടു ഡ്രിങ്ക്, കുക്ക് ടു കുക്ക്, വാക്ക് ടു വാക്ക്, റൈറ്റ് ടു റൈറ്റ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അപൂർണമെന്നാണ്. അപ്പം ഒരു ക്രിയ അതിൻ്റെ അപൂർണ രൂപത്തിനാണ്, പൂർണ്ണമല്ലാത്ത രൂപത്തിനാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. പൂർണ്ണ രൂപത്തിന് പറയുന്നതാണ് ഫൈനൈറ്റ് ഫോം എന്നാണ് പറയുന്നത്. FINITE, ഫൈനൈറ്റ് ഫോം. അത് നമുക്ക് പിന്നെ പറയാം. അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പം ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഇൻഫിനിറ്റീവ്. ഇംഗ്ലീഷ് ക്രിയകളുടെ ആദ്യ രൂപത്തിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ആ ഇൻഫിനിറ്റീവിൻ്റെ ഉപയോഗം അതൊക്കെ പിന്നീട്. ആദ്യം നമുക്ക് ഫോം മനസ്സിലാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ടു ചേർക്കുക. എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയൊരു വെർബുണ്ട് ഇംഗ്ലീഷ്. അതാണ് ബി. ബി അതിൻ്റെ ഇൻഫിനിറ്റീവ് അപ്പം എന്നതായിരിക്കും? ടു ബി. ഗോ ഇൻഫിനിറ്റീവ് ടു ഗോ. അങ്ങനെയാണെങ്കിൽ ബി ഇൻഫിനിറ്റീവ് ടു ബി. ഈ ടു ലുക്ക് അതിൻ്റെ ഫോംസ് ലുക്ഡ്, ലുക്കിംഗ്, ലുക്സ്, ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കും. കാരണം എന്താ, അതിൻ്റെ അവസാന ഭാഗം മാത്രമേ മാറിയിട്ടുള്ളൂ. ആദ്യ ഭാഗം അതുപടി അവിടെ ഇരിക്കുക. ആ ആദ്യ ഭാഗത്തിന് നമ്മൾ റൂട്ട്, എൻ്റെ വേര് ROOT, റൂട്ട്, വേറെന്നുള്ള അർത്ഥമാണ്. അതായത് അതിൻ്റെ പ്രധാന ഭാഗം അവിടെ ഇരിക്കുകയാണ്. അതേസമയം ഈ ടു ബിയുടെ ഫോംസ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതന്നെ അതിൻ്റെ പ്രധാന ഭാഗമൊന്നും അവിടെ ഇല്ല. അപ്പം പിന്നെ നമ്മൾ വിശ്വസിക്കാനേ പറ്റുള്ളൂ. അപ്പം ടു ബിയുടെ രൂപങ്ങളാണ് ഈസ്, ആം, ആർ, വാസ്, വേർ, ബീയിങ്. ഈ ബീയിങ് ഇതിൻ്റെ ഫോമാണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും. കാരണം എന്താ, ആ ബി അവിടെയുണ്ട്.
ബീയിങ്. അതുപോലെ ബീൻ ഇതിൻ്റെ ഫോമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്താണ് ആ ബി അവിടെയാണ്? ബീയിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ബീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതൊക്കെ ഓർത്തോണം കേട്ടോ മുന്നോട്ട്. അങ്ങനെ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഈ വേറെ 5 ഫോംസ് ഉണ്ടല്ലോ, ഈസ്, ആം, ആർ, വാസ്, വെയർ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഏത് ഗ്രാമറിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാലും കാണാം ടു ബിയുടെ ഫോംസ് ആണിതൊക്കെ. ടു ബിയുടെ വിവിധ രൂപങ്ങൾ വളരെ 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 പ്രാധാന്യമുള്ളൊരു വെർബാണ്. ചെറിയൊരു വെർബാണ്, പക്ഷേ ഇതിൻ്റെ ഉപയോഗം എത്ര പ്രാവശ്യം നമ്മൾ എത്ര പ്രാവശ്യം വരും എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കും, ഒരു പേജ് എത്ര പ്രാവശ്യം ഈസ്, ആം, ആർ, വാസ്, വെയർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടാൽ മതി അതിൻ്റെ ഉപയോഗം എന്ത് ഭയങ്കരമാണ്. എന്ന് പറയാൻ പേടിപ്പിക്കുന്ന ഭയങ്കരമല്ല, മറ്റേ ഒരു ഒത്തിരി ഉപയോഗമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്ക്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിക്കുന്നു. നോക്കുകയ്ക്ക് ക്രിയയിൽ വ്യത്യാസം വരുന്നുണ്ട്, ലുക്കിന് ക്രിയയിൽ വ്യത്യാസം വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് മാറും, രൂപം മാറും. ഇവിടെ രൂപം മാറും, ഇവിടെ രൂപം മാറും. അപ്പോൾ ഇവിടെ രൂപം മാറും. പക്ഷെ രൂപം മാറുമ്പോൾ കുഴപ്പം, റൂട്ട് അവിടെ ഇല്ല. റൂട്ടുള്ള 2 സ്ഥലത്തേ ഉള്ളൂ, ബീയിങ് ആൻഡ് ബീൻ. ബാക്കിയുള്ളിടത്തൊന്നും റൂട്ടില്ല. ഇതെവിടുന്ന് വന്നു നമ്മൾ വിചാരിക്കും. പക്ഷേ ടു ബിയുടെ ഫോംസ് ആണ് ഈസ്, ആം, ആർ, വാസ്, വെയർ. ഈ ഈസ്, ആം, ആർ എന്നുള്ളത് നമ്മൾ പറയും പ്രസൻറ്റ് ഫോംസ് എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് ഫോംസ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്തമാനകാലം എന്ന് പറയും. ഇപ്പോൾ നടക്കുന്ന സംഗതികൾ വർത്തമാനകാലം എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ നമുക്ക്, അതായത് ഇപ്പോൾ നടക്കുന്ന, അതിനാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. വാസ്, വെയർ അത് ടു ബിയുടെ പാസ്റ്റ് ഫോംസ് ആണ്. അതിന് ഭൂതകാലം. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, 2 കാര്യം, 3 കാര്യം. ഏതൊക്കെയാണ്? ക്രിയകളുടെ രൂപം മാറും. എന്തിനാ? അർത്ഥം മാറ്റാൻ. അതല്ലേ? നോക്കും ഭാവി, നോക്കി ഭൂതം. അതാണ്. ഇപ്പം ക്രിയകളുടെ എല്ലാ ഭാഷയിലും അങ്ങനെയാണ്. ക്രിയകളുടെ രൂപമാറ്റം എന്തിനുള്ളതാണ്? അർത്ഥം മാറാൻ. നമ്മളിപ്പം മലയാളത്തിൽ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതൊന്നും ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷിൽ ഒരു ക്രിയയുടെ ആദ്യ രൂപത്തിനെ വിളിക്കുന്നതാണ് ഇൻഫിനിറ്റീവ്. ഇതവിടെ എഴുതിയിട്ടുണ്ട്, ഇൻഫിനിറ്റീവ്. ആ ഇൻഫിനിറ്റീവ് എൻ്റെ സൈൻ അല്ല, മാർക്ക് എന്നാണ്, TO. അതിനുള്ള അടയാളം, മാർക്ക് എന്ന് പറഞ്ഞാൽ അടയാളം. ഒരു ക്രിയ ഇൻഫിനിറ്റീവ് ആണ് എന്നുള്ളതിനൊരു അടയാളമുണ്ട്. എന്താണ് അടയാളം? മാർക്ക്. MARK, മാർക്ക്. അത് 2 ചേർത്താൽ മതി. അതാണ് ടു ഗോ, ടു കം, ടു സീ, ടു ഈറ്റ്, ടു സ്ലീപ്പ്, ടു ലവ്, ടു ഡാൻസ്, ടു സിങ്, ടു ജംപ്, ടു റൺ. അത് മനസ്സിലായി. ഈ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇതാണ്. ബിയുടെ ഇൻഫിനിറ്റീവ് ആണ് ടു ബി. അതിൻ്റെ ഫോംസാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ബീയിങ് ആൻഡ് ബീൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. ഇത്ര വർദ്ധിരിക്കത്തില്ലേ? പ്രത്യേകിച്ച് ഈ കുഞ്ഞു വെർബുണ്ടല്ലോ, ഒരിക്കലും മറക്കരുത് എൻ്റെ ഫോംസൊക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു വാസ് ഇൻഫിനിറ്റീവ് പറഞ്ഞാൽ ഏതാണ്? ഇൻഫിനിറ്റീവ് ഏതാണ്? ടു ബി. വെയർ ഇൻഫിനിറ്റീവ് ടു ബി. ഈസ് ഇൻഫിനിറ്റീവ് ടു ബി. ആം ഇൻഫിനിറ്റീവ് ടു ബി. ആർ ഇൻഫിനിറ്റീവ് ടു ബി. ബീയിങ് ഇൻഫിനിറ്റീവ് ടു ബി.
ബി ഇൻ ഇൻഫിനിറ്റീവ് ടു ബി. മനസ്സിലായോ? ഇത്രയും ഓർത്തിരിക്കുക. ഇന്നത്തേന് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. ഓർക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഒന്ന്, എന്താണ്? ദിവസം ഒരു വാക്ക് പഠിക്കുക. 2, അത് പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. NB + VP + NP, അതാണ് സെൻറ്റൻസിൻ്റെ ഫോർമുല. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? അതിൻ്റെ വിവിധ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം നമ്മൾ NB + VP + NP എന്നുള്ളത് കേക്കാന്ന് വെക്കുക, ആ അടിസ്ഥാന കേക്ക്. വീണ്ടും നമ്മൾ അതേ പുഷ്പം വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതുന്നു, അതിനെ ഇത് ഐസിങ് നടത്തുന്നു, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സെൻറ്റൻസും, സെൻറ്റൻസിൽ ഒത്തിരി പരിപാടികൾ നടത്താം. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.